Tune into the world of technology. നമസ്കാരം. ഇപ്പോൾ ടെക് ടോക്കിൽ നിന്ന് ടെക്കുറൈസ് CEO റെയ്സ് കൂടാട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നു. ഹായ്, എൻ്റെ പേര് റെയ്സ് കൂടാട്ട്. ഞങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുകയാണ്. ഒപ്പം തന്നെ അതിൻ്റെ ഒരു ഏജൻസി ഉണ്ട്, ഡിജിറ്റൽ മാർക്കറ്റിങ്ങും അതേപോലെ വെബ് ആപ്പ് ബ്രാൻഡിംഗ് ഒക്കെ ചെയ്യുന്നത്. ഞങ്ങൾക്ക് 2 ബ്രാഞ്ചുകളാണുള്ളത്. ഒന്ന് കോഴിക്കോട് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലും മറ്റൊന്ന് കണ്ണൂർ ഫോർട്ട് റോഡിലാണ് ഞങ്ങൾ വരുന്നത്. ഇന്നത്തെ ഈ എപ്പിസോഡിൽ സംസാരിക്കാൻ പോകുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജസ്റ്റ് ഒരു ടോക്കാണ് ഈ ഒരു എപ്പിസോഡിൽ ഉണ്ടാവുക. നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട് പരിചയം ഉണ്ടാവുക മാർക്കറ്റിംഗ് എന്നൊരു സാധനം. ഒരു വസ്തു വാങ്ങിക്കാനോ അല്ലെങ്കിൽ വിൽക്കാനോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ചെയ്യുന്നൊരു ആക്ടിവിറ്റി നമ്മൾ മാർക്കറ്റിംഗ് ആണ്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മളെല്ലാ കമ്പനികളിലും ഉണ്ടാകുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൂടെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ ശരിക്കും ഈ കൊറോണയ്ക്ക് ശേഷം വലുതായിട്ട് നമ്മളെ നാട്ടിൻപുറങ്ങളിൽ നമ്മൾ കേട്ട് വരുന്നൊരു വാക്കാണ്. അതിൻ്റെ കൂടെ ഡിജിറ്റലും കൂടെ ഒരു പ്രിഫിക്സ് ആയിട്ട് ഡിജിറ്റലും കൂടെ വരികയാണ്. ശരിക്കും ഇത് ഗ്ലോബലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം മുന്നേ ഡിജിറ്റൽ മാർക്കറ്റിനെ കുറിച്ചും അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചും ഡിസ്കഷൻസ് നടന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് റിസർച്ച് നടന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഒരു ഫിക്ഷൻ ഫിലിമുകളിൽ മാട്രിക്സ് ഒക്കെ പോലുള്ള ഇൻ്റർനാഷണൽ ഹോളിവുഡ് ഫിലിമുകളൊക്കെയാണ് ഇതിനെക്കുറിച്ച് ഡിസ്കഷൻസ് വന്നിട്ടുള്ളത്. ശരിക്കും നമ്മുടെ നാട്ടിൽ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊരു പദം ശരിക്കും ഉപയോഗിച്ച് വരുന്നത് യഥാർത്ഥത്തിൽ 2010-15 ഇടയിലാണ് യഥാർത്ഥത്തിൽ ഒരു കാലഘട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത്, വ്യാപകമായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. അവിടെ ശരിക്കും നമ്മളുടെ സോഷ്യൽ മീഡിയകൾ പൊതുവേ നമ്മൾ പറയാറുണ്ട്, നമ്മൾ ജീവിക്കുന്ന ഒരു സൊസൈറ്റി ഉണ്ട്. ശരിക്കും ആ ഒരു സൊസൈറ്റി ആ സൊസൈറ്റി ഒരു ഫിസിക്കൽ സൊസൈറ്റിയിലാണ് നമ്മൾ മാർക്കറ്റിംഗ് സെയിൽസൊക്കെ നടക്കുന്നത്, അല്ലേ? നമ്മൾ വാങ്ങലുകളും കൊടുക്കലുകളൊക്കെ നടക്കുന്നതും അല്ലെങ്കിൽ നമ്മളുടെ ഒരു പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്കഷൻസ് നടക്കുന്നത്, അതിൻ്റെ പ്രൊമോഷൻസ് നടക്കുന്നത്, ഇത് നമ്മൾ വ്യാപകമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഹോർഡിങ്ങുകൾ വെക്കുന്നുണ്ട്, പത്രത്തിൽ പരസ്യങ്ങൾ വരുന്നുണ്ട്, ഇതേപോലെ റേഡിയോകളിൽ നമ്മൾ പരസ്യങ്ങൾ വരുന്നുണ്ട്. റേഡിയോ ഒക്കെ നമ്മൾ പഴയ കമ്മ്യൂണിക്കേഷൻ 2ാം ലോക മഹായുദ്ധത്തൊക്കെ വ്യാപകമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു മീഡിയയാണ് ശരിക്കും റേഡിയോ എന്നൊക്കെ പറയുന്നത്. മുസോളിൻ്റെ ഒക്കെ കാലത്ത് ഉപയോഗിച്ചിട്ടുള്ള സംഗതിയാണ്. അതിനുശേഷം ശരിക്ക് ഇന്ത്യയിലോട്ട് വരുമ്പോഴും റേഡിയോ വ്യാപകമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്, മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ ഗവൺമെൻറ് തലത്തിലൊക്കെ ഒരുപാട് പ്രൊമോഷൻസിന് വേണ്ടി റേഡിയോ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നീട് ശരിക്കും ഇതിൻ്റെ ഒരു വ്യാപന കാലഘട്ടം ശരിക്കും 90-കൾക്ക് ശേഷമാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നതിൻ്റെ മാർക്കറ്റിൻ്റെ റിവല്യൂഷൻ ശരിക്കും പറയുന്നുണ്ട് ഇതിൽ. ആ ഹിസ്റ്ററിയിലൊക്കെ നമ്മൾ പോകുമ്പോൾ ശരിക്കും 5 ഘട്ടമായിട്ടാണ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു എറ പറയുന്നത്. അതിൽ ഒന്നാമത്തെ ഒരു പ്രൊഡക്ഷൻ ഇറ, പ്രൊഡക്റ്റ് ഇറ, സെയിൽസ് ഇറ, മാർക്കറ്റിംഗ് ഇറ, സോഷ്യോ ഇറ എന്നൊക്കെ പറയുന്ന ഘട്ടങ്ങളുണ്ട്. ഇതിൽ ശരിക്കും സെയിൽസ് ഇറ എന്ന് പറയുന്ന 1950 to 60 വരുന്ന ഒരു 10 yearsൽ പറയുന്നത് കൂടുതൽ കമ്പനികൾ പ്രൊഡക്റ്റുകൾ വിൽക്കുക എന്നതിലേക്കാണ് കൂടുതൽ ശ്രദ്ധിച്ചത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റുകൾ കൂടി ഒരേ ഐറ്റംസിൽ. ഇപ്പോൾ ഫോണാണെന്നുണ്ടെങ്കിൽ എക്സാമ്പിൾ പറയാൻ വെച്ചാൽ ഫോണിൽ കുറേ പ്രൊഡക്റ്റുകൾ കൂടി, അല്ലെങ്കിൽ ഒരു ഷർട്ടാണെങ്കിൽ ഷർട്ടിൽ കുറേ പ്രൊഡക്റ്റുകൾ കൂടി. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തിനു ശ്രദ്ധിക്കേണ്ടി വരും? സെയിൽസ് കൂട്ടുക എന്നുള്ളതായിരിക്കും ആളുകളുടെ ഒരു സ്ട്രാറ്റജി. അങ്ങനെ സെയിൽസ് കൂട്ടാൻ കൂടി നോക്കിയപ്പോൾ സെയിൽസ് കൂടുന്നുണ്ട്, അതിനേക്കനുസരിച്ച് പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട്. ഇവർ മാക്സിമം ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു, മാർക്കറ്റിന് വേണ്ടി കൂടുതൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. പിന്നെയാണ് ശരിക്കൊരു ഘട്ടം മാറുന്നത്. ഈ സെയിൽസിൻ്റെ ഒരു ഘട്ടം മാറിയിട്ട് പിന്നീടൊരു വേറൊരു ഘട്ടം വരികയാണ് 60s to 90 വരുന്നൊരു 30 yearsൽ. പിന്നീട് ഇതിൻ്റെ ഒരു മാർക്കറ്റിങ്ങിൻ്റെ സ്ട്രാറ്റജി, അതേപോലെ അതിൻ്റെ ഒരു സൈക്കോളജിക്കൽ പാർട്ടിലേക്ക് ഇതിൻ്റെ സെയിൽസ് മാറുകയാണ്. അവിടെയാണ് ശരിക്കും ഒരു മാർക്കറ്റിംഗ് പാർട്ട് വരുന്നത്. അവിടെയാണ് ശരിക്കും 5Cs 4Cs മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്നൊക്കെ പറയുന്ന പുതിയ ടെർമിനോളജികൾ വരുന്നത്, തിയറീസൊക്കെ വരുന്നത്. അതുമുതൽ ഇങ്ങോട്ടാണ് ശരിക്കും നമുക്ക് പ്രധാനപ്പെട്ട കുറേ കമ്പനികൾ അറിയാം. ഈ ഫോക്സ് വാഗൻ്റെ ഒക്കെ പഴയ ആഡുകളുണ്ട്, തിങ്ക് സ്മോൾ ക്യാമ്പയിൻ എന്നൊക്കെ പറയുന്ന 1940s ഉള്ള ക്യാമ്പയിൻസുകളുണ്ട്. ഇപ്പോഴും ഉണ്ട്. ഒരു ചെറിയൊരു ഫോക്സ് വാഗൻ്റെ കാറൊക്കെ നമുക്ക് ഇപ്പോഴും കാണാം. അതൊക്കെ വരുന്ന യഥാർത്ഥത്തിൽ 60ക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഇത് മാർക്കറ്റിങ്ങിൻ്റെ തുടക്കമാണ് ശരിക്കും. 60 മുതൽ ഇങ്ങോട്ട് മാർക്കറ്റിങ്ങിൻ്റെ തുടക്കം വരുന്നു. പിന്നീട് ഇതിനിടയിൽ ഇൻ്റർനെറ്റ് വരുന്നുണ്ട്, വ്യാപകമായിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. ഒരു 2000-ന് ശേഷം ഗൂഗിളിലൊക്കെ വന്നതോടുകൂടി, യാഹൂവിലൊക്കെയാണ് ആദ്യമായിട്ടൊരു ഓൺലൈൻ ഒരു ആഡൊക്കെ വരുന്നത് ശരിക്ക് 90-കളുടെ അവസാനത്തിലാണ്. 90-കളുടെ അവസാനത്തിലാണ് ശരിക്കും ഇത്തരം അഡ്വർടൈസ്മെൻറ്റ് കൂടുതലായിട്ട് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്, ഡിജിറ്റലി പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നത്. അങ്ങനെ വന്നു. പിന്നെ ഗൂഗിൾ വരുന്നു, 2006-ൽ ശരിക്കും യൂട്യൂബ് വരുന്നു, പിന്നീട് പരസ്യങ്ങൾ തുടങ്ങുകയാണ് ശരിക്കും. അങ്ങനെ 2009-ൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ള ഫേസ്ബുക്ക് വരുന്നു. അതിന് മുമ്പ് ഈ പറയുന്ന കുറേ പ്ലാറ്റ്ഫോമുകളുണ്ട്. അതിന് മുമ്പ് ഉണ്ടായിരുന്ന ഓർക്കുട്ട് എന്നൊക്കെ പറയുന്ന കുറേ പ്ലാറ്റ്ഫോമുകളുണ്ട് ശരിക്കും.
യഥാർത്ഥത്തിൽ ഫേസ്ബുക്കിന് മുമ്പ് പിൻട്രസ്റ്റ് വന്നിട്ടുണ്ട്, നമ്മളത് അറിഞ്ഞിട്ടില്ല. പിൻട്രസ്റ്റ് ശരിക്കും അതിന് മുമ്പേ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഫേസ്ബുക്ക് ശരിക്കും നമ്മളിലേക്ക് ഒരു ഇന്ത്യയിലേക്കൊക്കെ ശരിക്കും നമ്മളൊക്കെ ഉപയോഗിച്ച് തുടങ്ങുന്നത് 2009, 2010 നമുക്ക് കൂടുതൽ വരുന്നത്. അത് വന്നു. ഇതിലേക്ക് കടക്കുമ്പോൾ ഞാൻ പറയുന്നത് സൊസൈറ്റിയുടെ ചേഞ്ച് കൂടെ നമുക്കിതിൽ കാണേണ്ടതുണ്ട്. ശരിക്കും സൊസൈറ്റി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫിസിക്കൽ സൊസൈറ്റിയിൽ അഡ്വർടൈസ്മെൻറ്റുകൾ നടന്നുകൊണ്ടിരുന്ന സൊസൈറ്റി പെട്ടെന്ന് ഈ സൊസൈറ്റിക്ക് ഒരു 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 എന്താ പറയുക, ഒരു സൈക്കോളജിക്കലി ഉള്ളൊരു മാറ്റം ഈ സൊസൈറ്റിക്ക് വരുന്നുണ്ട്. അത് ഒരു വെർച്വൽ ക്ലാസ്സിലേക്ക് നമ്മൾ സൊസൈറ്റി നമ്മളടക്കം ഒരു വെർച്വൽ ക്ലാസ്സിലേക്ക് പോകുന്നു. ഇപ്പോൾ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവാതെ അതിൻ്റെ ഒരു റീസെൻ്റ്ലി വരുന്ന പഠനങ്ങളിൽ ശരിക്കും പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളുടെ 24 hours ഡെയിലി നമ്മൾക്കുള്ളതിൽ ഏകദേശം ഒരു 8 hours നോർമൽ മനുഷ്യൻ ഉറങ്ങുന്ന ഒരു 8 hours മാറ്റി വെച്ചാൽ 16 hours നമുക്ക് ബാലൻസ് ഉണ്ട്. ഈ 16 hours നമ്മളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു 4 hours മാറ്റി വെച്ചാൽ, ഒരു 5 hours മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മളിലുള്ള ഒരു 10 to 12 hours നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്, മെജോറിറ്റി ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് ഇത്തരം വെർച്വൽ പ്ലാറ്റ്ഫോമുകളിലാണ്. ഈ വെർച്വൽ പ്ലാറ്റ്ഫോമാണ് നമ്മളുടെ അജണ്ടകൾ തീരുമാനിക്കുന്നത്. നമ്മളുടെ വ്യക്തിത്വ വികസനം ഏത് രീതിയിലായിരിക്കണം, നമ്മൾ ഏത് രീതിയിലാണ് സംസാരിക്കേണ്ടത്, നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈൽ ഏതാണ്, ഞാൻ എങ്ങോട്ട് യാത്ര ചെയ്യണം, ഞാൻ എന്ത് ഫുഡ് കഴിക്കണം, ഞാൻ ഏത് സിനിമ കാണണം, ഞാൻ സ്വതന്ത്രമായിട്ട് എങ്ങനെ ചിന്തിക്കണം, ഏത് പുസ്തകം വായിക്കണം എന്നൊക്കെ നമ്മളെ തീരുമാനിക്കുന്ന രീതിയിലേക്ക് നമ്മളെ പ്രാപ്തമാക്കുന്നത് ഈ വെർച്വൽ ക്ലാസ് സൊസൈറ്റിയാണ് യഥാർത്ഥത്തിൽ. മുമ്പ് നമ്മളൊന്ന് നോക്കാം, നമ്മളുടെ ഇപ്പോൾ എൻ്റെയൊക്കെ ഒരു സ്കൂൾ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മളൊക്കെ സ്വാധീനിക്കുന്ന യഥാർത്ഥത്തിൽ ടീച്ചേഴ്സാണ്. ശരിക്കും ടീച്ചേഴ്സ് നമ്മൾക്ക് പാഠങ്ങൾ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ പാരൻസ് പാഠങ്ങൾ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ നമ്മളതല്ലാത്തുള്ള റിസോഴ്സ് പേഴ്സൺസ് നമുക്ക് പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്നു. നമ്മളൊരു മാറ്റം പ്രകടമാകണമെന്നുണ്ടെങ്കിൽ ഒരു ടൈം ടേക്കിംഗ് പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ. കുറച്ച് കാലം എടുക്കും നമ്മളിൽ. ഇപ്പോൾ പൊതുവേ നമ്മൾ ക്ലാസ്സിൽ കുട്ടിയെടുത്ത് പറയാറുണ്ട്, അപ്പോൾ നമ്മൾ രാവിലെ എണീക്കുക എന്നുള്ളൊരു പ്രോസസ്സുണ്ട്. നമ്മൾ നേരത്തെ എണീക്കണമെന്ന് പാരൻസ് നമ്മളോട് കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ നമ്മളത് കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ അത് വ്യത്യാസം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു റാപ്പിഡ് ചേഞ്ച് നമ്മൾ സംഭവിക്കുന്നത് ശരിക്കും തലേ ദിവസം നമ്മൾ കാണുന്ന ഒരു 20 സെക്കൻഡ് റീലോ 30 സെക്കൻഡോ റീലോ നമ്മളെ അത്ര റാപ്പിഡായിട്ട് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ എണീപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മളെ ചിന്തയെ ഡൈവേർട്ട് ചെയ്യാനോ ഈ രീതിയിൽ നമ്മൾക്ക് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് നമ്മൾ പറയുമ്പോൾ ശരിക്ക് ഇന്നത്തെ ഒരു സൊസൈറ്റി ശരിക്ക് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുക, ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താ, പുതിയ ജനറേഷനെ കുറിച്ചാണ്. എല്ലാവരുടെ വായിലും പുതിയ ജനറേഷൻ എന്താണ് കളിക്കാൻ പോകുന്നത്, അവരെന്താണ് ചെയ്യാൻ പോകുന്നത്, അവരെന്താണ് ഇങ്ങനെയാവുന്നത്. എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം പുതിയ ജനറേഷനാണ്. നമ്മൾ ജെൻസി കാറ്റഗറി എന്നൊക്കെ പറയുന്നൊരു പുതിയ ജനറേഷനാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അവരെക്കുറിച്ചാണ്, ഇവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഇതിലേക്ക് വരുന്നതും ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജെൻസൺ കാറ്റഗറിയാണ്, ഈ ജെൻസി കാറ്റഗറിയാണ് ഇതിലോട്ടേക്ക് വരുന്നത്. അപ്പോൾ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്, ലോകത്തുള്ള എല്ലാ കമ്പനികളുടെയും ഒട്ടുമിക്ക കമ്പനികളുടെയും ഫ്യൂച്ചർ എങ്ങനെയാവണം, അവരുടെ ടേൺ ഓവർ ഏത് രീതിയിലായിരിക്കണം, ഇവരുടെ വിസിബിലിറ്റി എങ്ങനെയായിരിക്കണം, ഇവരുടെ സെയിൽ എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫേസ്, ഒരു കമ്പനിയുടെ ഫേസ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ഫേസ് അല്ലെങ്കിൽ ഒരു സർവീസിൻ്റെ ഫേസ് ആളുകളിലേക്ക് ഏത് രീതിയിലെത്തണം എന്ന് അതിനെ തീരുമാനിക്കുന്നത് ജെൻസ് കാറ്റഗറിയാണ്. അവരാണ് ഇതിൻ്റെ സ്ട്രാറ്റജിസ്റ്റുകൾ, അതിൻ്റെ ടെക്നീഷ്യൻസ്, ഇവരാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അവരെ നമ്മൾക്ക് ഈ സൊസൈറ്റിയുടെ ഒരു എസെൻഷ്യൽ പാർട്ടായിട്ട് തന്നെ നമ്മൾ മാറ്റി നിർത്തുമ്പോൾ ഇതിൽ നമ്മളുടെ ഒരു കോൺസെപ്റ്റിൽ നമ്മുടെ ഒരു ഈ എഡ്യൂക്കേഷൻ പറയുന്നത് എനിക്ക് തോന്നുന്നത് ഈ ജെൻസി കാറ്റഗറിയിൽ ജെൻസിയുടെയും മുകളിൽ വേറെ കുറേ കാറ്റഗറി വരുന്നുണ്ട്. കുറച്ചുകൂടെ ഈ ടെക്നോളജി യുഗത്തിൽ തന്നെ പറന്നു വീഴുന്ന ഈ ഡിജിറ്റൽ നേറ്റീവ് എന്നൊക്കെ പറയാവുന്നൊരു കാറ്റഗറി ഉണ്ട്. പിന്നെ ഡിജിറ്റൽ മൈഗ്രൻസ് ഉണ്ട്. ഇതിൽ ഡിജിറ്റൽ മൈഗ്രൻസ് എന്ന് പറയുമ്പോൾ ശരിക്ക് എൻ്റെയൊക്കെ ഒരു ജനറേഷൻ എന്ന് വെച്ചാൽ ഡിജിറ്റൽ മൈഗ്രൻസ് ആണ്. നമ്മൾ ശരിക്കും പറന്ന് വീണത് ഈ ടെക്നോളജിയിലേക്ക് അല്ലെങ്കിൽ കൂടെ പറന്ന് വീണ് നമ്മൾ ഏകദേശം ഒരു സ്വബോധം വരുന്ന സമയത്തേക്ക് നമ്മളിതിലേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, കുടിയേറിയിട്ടുണ്ട്. പക്ഷെ കുടിയേറിയതിൻ്റെ DNA-യും ഇതിൽ പറന്ന് വീഴുന്നതിൻ്റെ DNA തമ്മിൽ വ്യത്യാസമുണ്ട്. അവിടെയാണ് നേരത്തെ പറഞ്ഞത്, ഒരു വെർച്വൽ സൊസൈറ്റിയിൽ ജനിച്ച് വീഴുന്നൊരു കുട്ടി അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ സൊസൈറ്റിയിൽ ജനിച്ച് വീഴുന്നൊരു കുട്ടി, ഇത് രണ്ടിൻ്റെയും ഇവരുടെ സൈക്കോളജിക്കൽ പാർട്ട് വളരെ ഡിഫറൻസ് ഉണ്ട്. കാരണം ഇവൻ ചിന്തിക്കുന്നത് കംപ്ലീറ്റ് ഇവനിക്ക് ഡിജിറ്റലി കിട്ടിയിട്ടുള്ള നോളജാണ്, ഇവനെ സോഷ്യലൈസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇവനെ സാമൂഹികവൽക്കരണം നടത്തിയിട്ടുള്ളത് ഈ ടെക്നോളജി ത്രൂ ആണ്, അല്ലെങ്കിൽ ഈ സൊസൈറ്റിയാണ്, ഞാൻ ഈ പറഞ്ഞ വെർച്വൽ സൊസൈറ്റിയാണ് ഇവനെ സോഷ്യലൈസേഷൻ നടത്തിയിട്ടുള്ളത്. വേറാസ് നമ്മുടെ സോഷ്യലൈസേഷൻ നടത്തിയിട്ടുള്ളത് നമ്മൾക്ക് ഈ സൊസൈറ്റിയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലി ഉണ്ട്, അതേപോലെ മതപഠന സ്ഥാപനങ്ങളുണ്ട്, സ്കൂൾസ് ഉണ്ട്, കോളേജസ് ഉണ്ട്, നമ്മൾ താമസിക്കുന്ന ഒരു നേറ്റീവ് ഉണ്ട്. ഇതൊക്കെയാണെന്നെങ്കിൽ ഈ ഒരു ഡിജിറ്റൽ നേറ്റീവിൽ വരുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ കൂടുതൽ ഇവൻ ജീവിക്കുന്നത്
ഈ വെർച്വൽ ക്ലാസ് സൊസൈറ്റിയിലാണ്. പൊതുവേ നമ്മൾ ഈ ഒരു സൊസൈറ്റിയെക്കുറിച്ച് പറയുമ്പോൾ ഇതിൽ തന്നെ തട്ടുകളുണ്ട്. ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത് ഒരു ടൈപ്പ് ഓഫ് ആളുകളാണ്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്കുള്ളൊരു കമ്മ്യൂണിറ്റി എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇനിയിപ്പോൾ അതിൻ്റെ താഴോട്ടേക്ക് സ്നാപ്ചാറ്റ്, ഞാൻ ഈ സൊസൈറ്റി പറഞ്ഞല്ലോ, ഞാൻ ഈ സൊസൈറ്റി ഇങ്ങനെ ഇടയ്ക്കും നിലക്ക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്, ഇത് മാർക്കറ്റ് ചെയ്യുന്നത് മനുഷ്യന്മാരാണ്. അപ്പം മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സംഗതി ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ മനുഷ്യന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ഒരു സൈക്കോളജി പഠിക്കാതെ, അവൻ്റെ ഒരു സോഷ്യോളജി പഠിക്കാതെ, അവൻ്റെ ഒരു പൊളിറ്റിക്കൽ പാർട്ട് പഠിക്കാതെ നമുക്കൊരിക്കലും മാർക്കറ്റിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല, സെയിൽസിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതായത് 2 ടൈപ്പ് ഓഫ് സൊസൈറ്റി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. 2 ടൈപ്പ് ഓഫ് സൊസൈറ്റി, നമ്മളൊരു ഒരു ഫിസിക്കൽ സൊസൈറ്റിയിൽ ജീവിക്കുമ്പോഴും നമുക്ക് അവിടെ നല്ല അപ്ഡേറ്റ് ആയ ആളെ കാണാം, എന്നാൽ അപ്ഡേറ്റ് അല്ലാത്ത ആളെയും കാണാം. ഇത് ശരിക്കും നമ്മൾ ഈ വെർച്വൽ സൊസൈറ്റിയിലുണ്ട്. നമ്മുടെ ഒരു വെർച്വൽ സൊസൈറ്റിയിൽ നമ്മൾ തുടങ്ങുന്നത് ഫേസ്ബുക്കിലാണ്. പക്ഷേ നമ്മൾ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് മാറി. അപ്പോൾ നമ്മൾ മാറിയതല്ല യഥാർത്ഥത്തിൽ, അത് ശരിക്കത് ഫേസ്ബുക്ക് തീരുമാനിക്കുകയാണ്. ഇതിൽ കുറേ ആളുകൾ ഫോട്ടോ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ വീഡിയോക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അതായത് നമ്മളെ സ്വയം ഇങ്ങനെ പ്രദർശിപ്പിക്കാൻ ഒരു നാർസിസ്റ്റ് സ്വഭാവക്കാരായിട്ടുള്ള ആളുകളുണ്ട് എന്ന് ഈ ടെക്നോളജിക്ക് മനസ്സിലാവുകയാണ്. അവരുടെ അൽഗോരിതത്തിനനുസരിച്ച് ആ ഒരു ചേഞ്ച് ചെയ്യാണ്. ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് കൊടുക്കേണ്ടത് ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നൊരു ഒരു പ്ലാറ്റ്ഫോമാണ് എന്ന് യഥാർത്ഥത്തിൽ ഫേസ്ബുക്ക് എല്ലാം തീരുമാനിക്കുന്ന മറ്റൊരു കമ്പനിയാണ് ശരിക്കും ഇൻസ്റ്റാഗ്രാം കൊണ്ടുവന്നെങ്കിൽ കൂടെ അവർ ആ കമ്മ്യൂണിറ്റി ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ശരിക്കും അവരുടെ ഫോട്ടോയും വീഡിയോസിലേക്ക് മാത്രം സ്വയം പ്രദർശിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എന്തോ ഒന്ന് വിഷ്വലി റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയതാണ് ഇൻസ്റ്റാഗ്രാം വരുന്നത്. പിന്നീട് ഒരു കമ്മ്യൂണിറ്റി കംപ്ലീറ്റ്ലി ഇൻസ്റ്റാഗ്രാമിലേക്ക് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ശരിക്കും അവിടുന്ന് നമുക്കൊരു ഒരു ട്രാൻസ്മിഷൻ കാണാം. ഈ പറയുന്ന ഫേസ്ബുക്കിൽ നിന്ന് ഒരു നല്ലൊരു ജനറേഷൻ എന്ത് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലേക്ക് മാറിപ്പോകുന്നുണ്ട്. ശരിക്കും അവിടെയാണ് ശരിക്കും ഈ പറയുന്ന യങ്സ്റ്റേഴ്സ് ശരിക്കും ഇൻസ്റ്റാഗ്രാമിലേക്ക് പോകുന്നു. ഈ ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നീട് റീൽസിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരാൾ വന്നപ്പോൾ പിന്നീട് ടിക്ടോക്ക് വരുന്നു. റീൽസ് മാത്രം ഉണ്ടാകുന്ന സംഗതി. അൺഫോർച്ചുനേറ്റ്ലി ഈ പറയുന്ന ടിക്ടോക്ക് ഇന്ത്യയിൽ നിരോധിച്ചു. പിന്നീട് ഇതേ പാറ്റേണിലേക്ക്, ടിക്ടോക്കിൻ്റെ അതേ പാറ്റേണിലേക്ക് ഈ കമ്മ്യൂണിറ്റിയെ ചേർത്ത് പിടിച്ചിട്ട് കുറച്ചുകൂടെ റീൽസിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് അതിൽ കൂടുതൽ എഫക്റ്റുകൾ വരുന്നു, മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ട് ആ കമ്മ്യൂണിറ്റിയെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാനും, ഇൻ ദ സെൻസ് ഞാൻ പറയുന്നത് ആ ഒരു വിഷ്വൽ പ്രസൻറ്റേഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരെ ആ കമ്മ്യൂണിറ്റിയെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്ന എല്ലാ സംഗതികളും ഇൻസ്റ്റാഗ്രാമിലേക്ക് പിന്നീട് കൊണ്ടുവരുന്നു. പിന്നീട് ഇൻസ്റ്റാഗ്രാം എന്ത് ചെയ്യുന്ന ആ കമ്മ്യൂണിറ്റിയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ജനറേഷൻ യഥാർത്ഥത്തിൽ നമ്മളുടെ ഇടയിലുണ്ട്, ഈ പറയുന്ന സ്നാപ്ചാറ്റ് എന്ന് പറയുന്നത്. അവർ ശരിക്കും നമ്മൾ ഈ പറയുന്നത് പോലെ വാട്സപ്പിൽ ചാറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മെസ്സഞ്ചറിൽ ചാറ്റ് ചെയ്യുക, ഇൻസ്റ്റയിൽ ചാറ്റ് ചെയ്തിട്ട് പോകുന്ന കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സൊസൈറ്റിയുമായിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവരെന്താ പറയുന്നതെന്ന് നോക്കുക, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സൊസൈറ്റി അറിയിക്കുക, എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകൾ അറിയിക്കുക. കമ്മ്യൂണിക്കേഷൻ തീരെ കുറയുന്ന ഒരു ജനറേഷൻ നമ്മൾക്ക് കാണാം. പൊതുവേ ഈ ജെൻസി കാറ്റഗറിയെ കുറിച്ച് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സോഷ്യലി കമ്മിറ്റഡ് അല്ല എന്നുള്ളതാണ്. അല്ലേ, ഇപ്പോൾ റീസെൻ്റ്ലി വന്ന ഇഷ്യൂസിലൊക്കെ നമ്മൾ പറയുന്നത് എന്താ, അവർ ഐസൊലേറ്റഡ് ആണ്. സൊസൈറ്റിയിൽ നിന്ന് എങ്ങോ ഒരു വിദൂരതയിൽ ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഇവർ വരുന്നു. സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങൾ ഇവർ അറിയുന്നില്ല, ഇവർ വെർച്വലി മാത്രമാണ് ജീവിക്കുന്നത്. പഠനങ്ങൾ പോലും ആ രീതിയിൽ ഒരുപാട് പഠനങ്ങൾ ഇവരെ കുറിച്ച് വന്നിട്ടുണ്ട്, ജെൻസി കാറ്റഗറിയെ കുറിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ കുറയുന്നു, അല്ലേ, കമ്മ്യൂണിക്കേഷൻ കൂടുതൽ കുറയുന്നു, കമ്മിറ്റ്മെൻറ്റ്സ് കുറയുന്നു. ഇതൊക്കെ ഒരു വാദങ്ങളാണ്, ഇത് നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെയാണ് ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. പഠനങ്ങളിൽ കൂടുതലും ഈ രീതിയിലാണ് പഠനങ്ങളിനെ കുറിച്ച് വരുന്നത്. അതിനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇടയ്ക്കൊരു ചാനൽ ഡിസ്കഷനിൽ ഈ ഒരു ജെൻസെറ്റ് കാറ്റഗറിയെ റെപ്രസെൻ്റ് ചെയ്തിട്ട് ഒരാൾ വന്നിട്ടിരുന്ന് ഒരു പയ്യൻ വന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ സോഷ്യലൈസ് ചെയ്ത് വരുന്നത്, ഞങ്ങൾ കണ്ട സൊസൈറ്റി ഇങ്ങനെയാണ്, നിങ്ങൾ കണ്ട സൊസൈറ്റിയിലല്ല ഞങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾ കുറച്ചും കൂടെ ഒരു ഫിസിക്കൽ കമ്മ്യൂണിറ്റിയിൽ ജീവിച്ചിട്ടുള്ള ഒരു ആ റെസ്പോൺസിബിലിറ്റിയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള സംഗതി ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ കുറ്റം ഞങ്ങളതല്ല, സൊസൈറ്റി ഇതാണ് കുറ്റം. കാരണം സൊസൈറ്റി ഏത് രീതിയിലാണോ വരുന്ന ജനറേഷനെ മോൾഡ് ചെയ്യുന്നത്, എങ്ങനെയാണോ പാരൻസ് മോൾഡ് ചെയ്യുന്നത്, എങ്ങനെയാണോ ടീച്ചേഴ്സ് മോൾഡ് ചെയ്യുന്നത്, ടീച്ചർക്ക് കുട്ടിയെ ശകാരിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് നമ്മളുടെ സ്കൂൾ സിസ്റ്റം മാറുന്നു. അടിക്കുക എന്നുള്ള സാധനം കംപ്ലീറ്റ്ലി എടുത്തു കളയുന്നു. സ്കൂൾ സിലബസിൽ നിന്ന് തന്നെ കുട്ടിയെ അടിക്കുക എന്ന് പറയുന്ന സംഗതി എടുത്തു മാറ്റുന്നു. അപ്പോൾ ഈ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരു കുട്ടിയെ മോൾഡ് ചെയ്യുന്നതിൽ പോലും നമ്മളുടെ ഇതിലിപ്പോൾ ഉത്തരാധുനികതയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മോഡേണൈസേഷൻ വരുത്തിയിട്ടുണ്ട് ആ ഒരു സാധനം.
അപ്പോൾ അതിൽ വ്യത്യാസം വരുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു സാധനം മാറി വരും, കമ്മ്യൂണിറ്റിയിൽ മാറ്റം വരും. Tech Talk. Let's tune into the world of technology. ശ്രോതാക്കൾ കേട്ടത് ടെക് ടോക്ക്. ടെക് ടോക്കിൽ ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റ് എന്ന സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിച്ചത് റെയ്സ് കൂടാട്ട്, സിഇഒ ഓഫ് ടെക്കൊറൈസ്. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ CU. ഇനി കേട്ടുകേട്ടറിയാം.